ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഒരട്ടിപ്പൊളി സ്പെഷ്യൽ മന്തി റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ ഇതിന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു അൽഫാം ചിക്കൻ മന്തി ആയിരുന്നു. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ റെസിപ്പി. പല വിധത്തിൽ മന്തി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇതുവരെ കഴിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ടേസ്റ്റ് തോന്നിയിട്ടുള്ള കുറച്ച് സ്പൈസി ആയിട്ടുള്ള മന്തി റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തേത്. പലരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. കാരണം യൂട്യൂബിലുള്ള ഒരു അടിപൊളി കുക്കിംഗ് ചാനലിലുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. പിന്നെയെന്ന് പറഞ്ഞാൽ എൻ്റെ രീതിയിലാണ് ഞാൻ ഈ ഒരു റെസിപ്പി ഇതിൽ കാണിച്ചു തരുന്നത്. മാത്രമല്ല നമ്മുടെ മന്തി റൈസ് ഉണ്ടല്ലോ, സെല്ല റൈസ്, അത് വെച്ചിട്ടല്ല ഞാൻ ഈ ഒരു റെസിപ്പി കാണിച്ചു തരുന്നത്. നമ്മൾ സാധാ ബസ്മതി റൈസ് വെച്ചിട്ടാണ് ഈ ഒരു മന്തി ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരു അൽഫാം ചിക്കൻ മന്തി റെസിപ്പിയിൽ നമ്മൾ മന്തി റൈസ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഈ ഒരു അൽഫാം ചിക്കൻ മാത്രമായിട്ടും ഉണ്ടാക്കാം കേട്ടോ. കാരണം ഞാൻ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയതിന് ശേഷം റെൻകാക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഈ ഒരു അൽഫാം ചിക്കന്. അതിനുശേഷം ഞാൻ പല പ്രാവശ്യം ഈ ഒരു ചിക്കൻ റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ അൽഫാം ചിക്കന് വേണ്ടി എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അത്യാവശ്യം ഒരു 5 ആൾക്ക് നല്ല രീതിയിൽ കഴിക്കാൻ പറ്റുന്ന ഒരളവിലാണ് ഈ ഒരു അൽഫാം ചിക്കൻ മന്തി ഉണ്ടാക്കുന്നത്. ഒരു 3 കപ്പ് റൈസ് വെച്ചിട്ട് 1 കിലോ ചിക്കൻ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു മന്തി ഉണ്ടാക്കുമ്പോൾ ഒരുപാട് പണികളൊന്നും ഉണ്ടാവില്ല കേട്ടോ. പക്ഷെ കുറച്ച് ടൈം എടുക്കും. കാരണം ചിക്കനൊക്കെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കാനും ഒക്കെ ഒന്ന് കുറച്ച് ടൈം എടുക്കും. നമ്മൾ തലേ ദിവസം തന്നെ ചിക്കനൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചാൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിക്കും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മന്തി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ സ്കിന്നോട് കൂടിയിട്ടുള്ള ഹോൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ അതിൻ്റെ സെൻറ്റർ ഭാഗത്തുനിന്ന് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് നമ്മൾ അൽഫാം ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. പലർക്കും ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് അറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ചിക്കന് ഞാൻ ഫസ്റ്റിൽ സെൻറ്റർ ഭാഗത്തുനിന്ന് കട്ട് ചെയ്തിട്ട് 2 പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ കയ്യിലെടുത്തിട്ട് ആ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് ഭാഗം ഉണ്ടല്ലോ, എല്ലൊന്നും ഇല്ലാത്ത ഭാഗം, അവിടെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇങ്ങനെ ചെരിച്ച് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. കത്തി ഇങ്ങനെ പിടിച്ചിട്ട് ചെരിച്ച് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. കുറച്ച് ഉള്ളിലോട്ട് തന്നെ ഒന്നിങ്ങനെ വരിഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഓപ്പോസിറ്റായിട്ട് നമ്മൾ മീനൊക്കെ വരിഞ്ഞു കൊടുക്കുന്ന രീതിയിൽ ഒരുപാട് ആഴത്തിൽ വരിഞ്ഞു കൊടുക്കേണ്ട, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരിഞ്ഞു കൊടുക്കുക. കാരണം ഒരുപാട് ഉള്ളിലോട്ട് ഇങ്ങനെ ഓപ്പോസിറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം അതിൻ്റെ ആ ഒരു ചിക്കൻ പീസ് മുറിഞ്ഞു പോരും. അതുകൊണ്ട് ഒരുപാട് കട്ട് ചെയ്തെടുക്കരുത് കേട്ടോ. ചെരിച്ച് വെച്ചിട്ട്, കത്തി ചെരിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ വരിഞ്ഞു കൊടുക്കുക. ഇനി അടുത്തത് ആ ഒരു ചിക്കൻ്റെ ലെഗ് പോർഷൻ ഉണ്ടല്ലോ, അവിടെയും ഇങ്ങനെ കത്തിയൊന്നിങ്ങനെ ചെരിച്ച് വെച്ചിട്ട് ഉള്ളിലോട്ട് ഇങ്ങനെ വരിഞ്ഞു കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഓപ്പോസിറ്റായിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വരിഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ചെയ്താൽ ചിക്കൻ മേൽ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് കിട്ടും കേട്ടോ. ചിക്കന് റൈസിലാറ് ടേസ്റ്റ് ചിക്കനാണ്. നമ്മൾ സാധാരണ ചിക്കൻ മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിക്കന് വല്ല കളറോ അല്ലെങ്കിൽ സ്പൈസി ഒന്നും ആയിരിക്കില്ല, വെള്ള കളറിലൊക്കെ ആയിരിക്കും കാണുക. അപ്പോൾ ഈ ഒരു രീതിയിൽ കുറച്ച് സ്പൈസിയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ മന്തി ഉണ്ടാക്കി നോക്കുക കേട്ടോ. കാരണം റൈസിലാറ് ടേസ്റ്റ് ഉണ്ടാവുക ചിക്കനാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടും ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ വലിയ പീസ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 പീസാക്കിയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ മൊത്തത്തിൽ ഈ ഒരു വലിയ പീസ് വെച്ചിട്ടാണ് മന്തി ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കൻ എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഈ ഒരു ചിക്കനിലോട്ട് ഞാൻ 1/4 കപ്പ് തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ വിനാഗിർ, 1 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ആ ഒരു വെള്ളത്തിലിട്ട് കുഴച്ചെടുത്തിട്ട് ഇതൊന്ന് ഒരു അരമണിക്കൂറെങ്കിലും മാക്സിമം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. നിങ്ങൾക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ ഈ ചിക്കൻ ഒന്നിങ്ങനെ റെഡിയാക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മന്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2-3 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെക്കുക. ഇനി ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 1/2 മണിക്കൂറെങ്കിലും ഇതൊന്നിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ.
അപ്പോൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് ചിക്കനിലോട്ട് വേണ്ട മസാലയൊന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു 8-7 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ 2 കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ഉള്ളി, ഒരു മീഡിയം സൈസിലുള്ള വലിയ ഉള്ളി ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വലുതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹാഫ് പോർഷൻ മതി. അതിൻ്റെ കൂടെ ഒരു 1/2 കപ്പ് മല്ലിച്ചപ്പ്, 1/2 കപ്പ് പുതിനയില, ഒരു 8 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് പൊടികളും കൂടി ചേർത്ത് കൊടുക്കണം. അതിന് നിങ്ങൾക്ക് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ നമ്മുടെ ചില്ലി പൗഡർ, അതുപോലെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മന്തി മസാല എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പൊടികളൊക്കെ ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എന്തായാലും മൊത്തത്തിൽ മിക്സ് ആക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒക്കെ ഒന്ന് ഇട്ട് അടിച്ചെടുക്കുക കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള അല്പം ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ആ ഒരു പൊടികളൊക്കെ ഇട്ട് അടിച്ചെടുത്തുകൊണ്ട് തന്നെ കുറച്ച് ടൈറ്റായിരിക്കും കേട്ടോ. അപ്പോൾ അതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിലോട്ട് ഒരു നാരങ്ങ നീര് മുഴുവനായിട്ട്, ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്, അതിൻ്റെ നീര് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു മസാലയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇനി നിങ്ങൾ ഇതിൽ ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ട്, അപ്പോൾ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു 2-3 മണിക്കൂർ ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലെ വെള്ളമൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു അരിപ്പയിൽ ഇട്ട് വെക്കുക. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് പോയി കിട്ടും. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാലയിലോട്ട് ഈ ചിക്കന് ഇട്ടിട്ട് നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു മസാലയൊക്കെ ഒന്ന് ചിക്കനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കുക. കുറച്ച് സമയം തന്നെ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. അപ്പോൾ തലേ ദിവസം ഇങ്ങനെ മസാലയൊക്കെ ഒന്ന് തേച്ച് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പണികളൊന്നുമില്ല, പക്ഷേ കുറച്ച് ടൈം വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് തലേ ദിവസം എല്ലാം റെഡിയാക്കി വെച്ചാൽ പിറ്റേ ദിവസമാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മന്തി തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് നിങ്ങൾ നോൺ സ്റ്റിക്ക് പാനോ എന്താണ് എടുക്കുന്നതെന്ന് വെച്ചാൽ അത് എടുക്കുക. എന്നിട്ട് ചട്ടി ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് സ്പൈസസ് ആയിട്ട് ഒരു 5 ഏലക്ക, ഒരു 6 ഗ്രാമ്പു, 2 കഷ്ണം പട്ട, ഒരു 2 പച്ചമുളകും കൂടി ഇട്ടിട്ടൊന്നിങ്ങനെ വഴറ്റിയെടുക്കുക കേട്ടോ. പച്ചമുളക് ഒന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കുക. ഒന്നങ്ങ് വഴറ്റി കഴിഞ്ഞാൽ ഇതിലോട്ട് ഒരു സവാള ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ബാക്കിയുള്ളതും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്നങ്ങ് വഴറ്റിയെടുത്ത് വരാം. ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ടി വന്നാൽ ഇതിലോട്ട് 1 ടീസ്പൂൺ നമ്മൾ കുരുമുളകും 1 ടീസ്പൂൺ മല്ലിയും കൂടി, പച്ചമല്ലി ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് ഒരു 1/4 കപ്പ് ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ക്യാപ്സിക്കം ഇങ്ങനെ ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുത്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് 2 ഡ്രൈ ലെമണും 1 ചിക്കൻ സ്റ്റോക്കും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിൽ 2 ഡ്രൈ ലെമൺ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 1 മതി എന്നുണ്ടെങ്കിൽ അത് ഇട്ടാൽ മതി കേട്ടോ. ഞാൻ ചെറുതായതുകൊണ്ടാണ് 2 എണ്ണം എടുത്തത്. അതൊന്ന് കുത്തിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു മാഗി ക്യൂബൊക്കെ ഒന്ന് കുത്തി ഉടച്ചിട്ട് വഴറ്റിയെടുക്കുക. ഇനി പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു 1.5 ടീസ്പൂൺ മന്തി മസാലയാണ്.
അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ആയാലും മതി കേട്ടോ. ഞാനിപ്പോൾ ടീസ്പൂണിലായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്നിട്ട് ഈ ഒരു പൊടികളൊക്കെ ഒന്ന് ആ ഒരു എണ്ണയിൽ കടന്നിട്ട് വഴറ്റിയെടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ മന്തി മസാല പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ കപ്സ മസാലയോ അല്ലെങ്കിൽ അറബിക് സ്പൈസ് പൗഡറോ ഏതെങ്കിലും എന്തായാലും മതി കേട്ടോ. ഞാനിപ്പോൾ മന്തി ഉണ്ടാക്കുമ്പോൾ മന്തി മസാല ഇല്ലയെന്നുണ്ടെങ്കിൽ കപ്സ മസാല ഒക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. ചെറിയ ടേസ്റ്റിനൊക്കെ ഡിഫറൻറ്റ് വരുള്ളൂ. അതൊന്ന് വഴറ്റി കഴിഞ്ഞാൽ ഇനി ഇതിലോട്ട് നമുക്ക് ബസ്മതി റൈസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സാധാരണ നമ്മൾ മന്തി ഉണ്ടാക്കുമ്പോൾ സെല്ല ബസ്മതി റൈസാണ് ഏറ്റവും നല്ലത്. അത് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പല പ്രാവശ്യം മന്തി ഉണ്ടാക്കുമ്പം ഞാനിവിടെ അങ്ങനെ സെല്ല ബസ്മതി റൈസ് ആയിട്ട് പ്രത്യേകിച്ച് വാങ്ങാറൊന്നുമില്ല. ഈ ഒരു നമ്മളെ ബസ്മതി റൈസ് വെച്ചിട്ട് തന്നെയാണ് മന്തിയൊക്കെ തയ്യാറാക്കി എടുക്കാറുള്ളത് കേട്ടോ. പിന്നെ ഏത് ബസ്മതി റൈസാണെന്ന് ചോദിച്ചാൽ അങ്ങനെയും ഞാൻ നോക്കാറില്ല. ഇങ്ങനെ ഓഫറൊക്കെ വരുമ്പം നല്ലത് ഏതാണെന്ന് നോക്കിയിട്ട് അങ്ങനെ എടുക്കാറാണ് കേട്ടോ. അപ്പോൾ ഞാൻ 3 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. സോക്ക് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല. ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഒരു 3 പ്രാവശ്യം വാഷ് ചെയ്തതിന് ശേഷം അതിലെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് ഊറ്റിയെടുത്തിട്ട് ഇതിലോട്ട് നേരിട്ട് ഇട്ട് കൊടുത്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അരി കഴുകിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു 3-4 പ്രാവശ്യം തന്നെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് 1 മിനിറ്റോളം ഈ അരി ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അതിനുശേഷം ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 3 കപ്പിന് 4.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണ്ട, നമ്മൾ നേരിട്ട് ആ ഒരു പച്ചവെള്ളം തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഈ ഒരു 4.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് സിമ്മിലിട്ടതിന് ശേഷം ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. വീണ്ടും അതിൻ്റെ മുകളിൽ ഒരു അലുമിനിയം ഫോയിലും കൂടി വെച്ച് കൊടുക്കുക കേട്ടോ. ഇതിങ്ങനെ 2 എണ്ണം വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കന് അത്യാവശ്യം നല്ല വെയിറ്റുള്ള ചിക്കനല്ലേ, കട്ട് ചെയ്ത് എടുത്തിട്ടൊന്നുമില്ല. ചെറിയ പീസ് അല്ലാത്തതുകൊണ്ട് തന്നെ ചിലപ്പം അത് താഴോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വെയിറ്റ് താങ്ങില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ 2 അലുമിനിയം ഫോയിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ പീസ് എടുക്കുന്നതിൽ നല്ലത് ഇങ്ങനെ വലിയ പീസ് എടുക്കുന്ന കേട്ടോ മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു അലുമിനിയം ഫോയിൽ വെച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ കവർ ചെയ്തെടുക്കണം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് ആവിയൊന്നും പുറത്ത് പോവാത്ത രീതിയിൽ അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ നല്ല കറക്റ്റായിട്ട് ഒന്ന് കവർ ചെയ്ത് വെക്കണം. എങ്കിലേ റൈസിനൊക്കെ കറക്റ്റ് ഒന്ന് വേവായിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുക. അങ്ങനെ കുറേ ഹോളിട്ട് കൊടുക്കുക. ഈ ഒരു ഹോളിൽ ആവി കയറിയിട്ട് വേണം നമ്മൾ ചിക്കൻ ഒന്ന് വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ ഇങ്ങനെ ഒരുപാട് ഹോളിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മസാല തേച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കന് വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഞാനിതിൻ്റെ മുന്നേ യമനി മന്തി റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സെയിം രീതിയിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു മന്തി റെസിപ്പി ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കനും ആ ഒരു മസാലയ്ക്കും റൈസിനൊക്കെ ഡിഫറൻസ് ഉണ്ട്. ആ ഒരു മെത്തേഡിലൂടെയാണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ചിക്കൻ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ 2 പീസായതുകൊണ്ട് തന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നടുവിൽ കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കുറേ പീസാണെന്നുണ്ടെങ്കിൽ പരത്തി വെച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു അലൂമിനിയം ഫോയിലും കൂടി വെച്ച് ഒന്ന് കവർ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. സൈഡ് ഭാഗമൊക്കെ ഒന്ന് ആവി പുറത്തേക്ക് പോവാത്ത രീതിയിലൊന്ന് കവർ ചെയ്തെടുക്കുക കേട്ടോ. ലാസ്റ്റ് അതിൻ്റെ മുകളിൽ ഈ ഒരു പാനിൻ്റെ അടപ്പും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോഴൊക്കെ ഇത് സിമ്മിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഇത് ഒരു 45 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ വളരെ സിമ്മിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കരുത് കേട്ടോ. അതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിലും അല്ല, അതിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു ഇതുണ്ടല്ലോ അതിൽ വെച്ചിട്ട് നമ്മൾ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ സെല്ല റൈസ് അല്ല എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ സെല്ല റൈസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 50 മിനിറ്റ് വരെയൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ സാധാ നമ്മൾ ബസ്മതി റൈസ് ആയതുകൊണ്ട് തന്നെ ഒരു 45 മിനിറ്റൊക്കെ മതി കേട്ടോ. അപ്പോൾ ഒരു കറക്റ്റ് വേവിൽ നമുക്ക് കിട്ടും. പിന്നെ നിങ്ങൾ ആ ഒരു ചിക്കൻ വെക്കുന്ന സമയത്ത് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ റൈസിൽ കുറച്ച് ഓയിൽ കുറവാണെന്നുണ്ടെങ്കിൽ ആ റൈസ് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പം ഞാൻ ഒരുപാട് ഓയിൽ ആവേണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഓയിലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ ചിക്കൻ ഇനി നമ്മൾ ഇത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഒരു ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കണം. അപ്പോൾ എന്തായാലും കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഒന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ.
ഇനി ഈ ഒരു റൈസിൻ്റെ കൂടെ ഒരു പുതിന ചട്നിയും കൂടി തയ്യാറാക്കിയെടുക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ചിക്കൻ്റെ കൂടെയും ഈ റൈസിൻ്റെ കൂടെയും ഈ ഒരു ചട്നി ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആ ഒരു മസാല തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു മിക്സിയുടെ ജാറിലോട്ട് തന്നെ ഒരു 1/4 കപ്പ് പുതിന ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലോട്ട് ഒരു 5-6 അല്ലി വെളുത്തുള്ളി, അതിൻ്റെ കൂടെ ഒരു 3 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് പച്ചമുളക് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ മല്ലിയില, പിന്നെ ഒരു 1/4 കപ്പ് തൈര്, ഒരു ടേബിൾ സ്പൂൺ വിനാഗിർ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഈ ഒരു തൈര് ചേർത്തിട്ടുള്ള ഈ ഒരു പുതിന ചട്നി ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ ഒരു പുതിന ഇലയുടെ കുത്തൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ചട്നി കുറച്ച് ലൂസാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് എത്രയാണോ പുളിയും ആ ഒരു പുതിനയുടെ ടേസ്റ്റൊക്കെ കുറവ് വേണ്ടതെന്ന് അതിനനുസരിച്ച് തൈര് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്ത് ടേസ്റ്റ് നോക്കിയിട്ട് കറക്റ്റ് ആക്കിയാൽ മതി കേട്ടോ. അപ്പോൾ 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ചിക്കനൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചിക്കൻ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ ചിക്കൻ വെന്തിട്ടില്ല എന്നൊക്കെ. ഇങ്ങനെ ആവിയിൽ വേവിച്ച് കഴിഞ്ഞാൽ വെന്തിട്ടില്ല എന്നുള്ളൊരു പ്രോബ്ലമേ ഇല്ല കേട്ടോ. ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും. ഇതിപ്പോൾ അത്യാവശ്യം വലിയ ചിക്കൻ പീസാണ് എങ്കിൽ കൂടി ചിക്കന് നല്ല രീതിയിൽ തന്നെ വേവായിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ചിക്കന് ഞാൻ എയർ ഫ്രയറിലോട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എയർ ഫ്രയർ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ എയർ ഫ്രയർ ഉള്ളത് കൊണ്ട് തന്നെ അതിലിട്ടിട്ടാണ് ഞാനിതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത്. അപ്പോൾ ചിക്കൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മുടെ റൈസ് എന്തായിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു അലുമിനിയം ഫോയിലുള്ള ഈ മസാലയൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ ആ ഒരു റൈസിലോട്ട് ആ ഒരു എണ്ണയും മസാലയൊക്കെ ഒന്ന് ഇങ്ങനെ ചെരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ റൈസൊക്കെ ഒന്ന് തുറന്ന് നോക്കുമ്പോൾ തന്നെ ആ ഒരു ചിക്കൻ്റെ മസാലയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് താഴോട്ട് വന്നിട്ടുണ്ട്. മസാലയൊക്കെ റൈസിൽ വന്ന് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, കറക്റ്റ് വേവായിട്ടുണ്ട്. ഒട്ടും ചോറൊന്നും ഉടഞ്ഞു പോകാതെ തന്നെ, എന്നാൽ വേവാതൊന്നും നിന്നിട്ടില്ല. കറക്റ്റ് വേവായിട്ട് തന്നെ റൈസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു 45 മിനിറ്റാണ് കറക്റ്റ് ഈ ഒരു ഇതിനുള്ള വേവിനുള്ള ടൈം. അപ്പോൾ നമ്മൾ സാധാ ബസ്മതി റൈസിൽ വെച്ചിട്ടാണ് ഇത് ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് കറക്റ്റ് ഒരു 45 മിനിറ്റാണ് കേട്ടോ. ഇനി നിങ്ങൾ സെല്ല റൈസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 50 മിനിറ്റൊക്കെ സിമ്മിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ കണ്ടില്ലേ, കറക്റ്റ് നല്ല വേവും ആയിട്ടുണ്ട്, എന്നാൽ ഒട്ടും ഉടഞ്ഞു പോയിട്ടുമില്ല. അപ്പോൾ ആ ഒരു റൈസൊക്കെ ഒന്ന് മെല്ലെ പതുക്കെ ഒന്നിങ്ങനെ മസാലയ്ക്ക് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ചിക്കൻ ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ഒരു നോൺ സ്റ്റിക്ക് പാനിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് 2 ഭാഗവും ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ചിക്കൻ ഇങ്ങനെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ റൈസിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റൈസൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി ശരിയാക്കി വെച്ചിട്ടാണ് മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗത്തിൽ ഞാൻ ഒരു ചെറിയ അലുമിനിയം ഫോയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചാർക്കോൾ വെച്ചിട്ട് ഒന്ന് പുകച്ചെടുക്കണം. അപ്പോൾ ഇനിയിപ്പോൾ കണലോ അല്ലെങ്കിൽ ചിരട്ട കത്തിച്ചിട്ട് അതിൻ്റെ കണല വെച്ചിട്ട് പുകച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് അതൊന്ന് കവർ ചെയ്തെടുക്കണം. ആ ഒരു പുകയൊന്നും പുറത്ത് പോവാത്ത രീതിയിൽ. ഇനി ഇത് നന്നായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ട് എപ്പോഴാണോ നമുക്ക് ഈ ഒരു റൈസ് സെർവ് ചെയ്യേണ്ടത് ആ സമയത്ത് തുറന്ന് നോക്കിയാൽ മതി കേട്ടോ. കാരണം കുറച്ച് നേരം ഈ ഒരു ഇങ്ങനെ പുകച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ അടച്ച് വെക്കുന്നത് നല്ലതാണ്. ആ ഒരു ടേസ്റ്റ് ചിക്കനിലും ആ ഒരു റൈസിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഒരു 1 ഹവറൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ കഴിക്കുന്ന ആ ഒരു സമയത്താണ് ഇതൊന്ന് തുറന്ന് നോക്കിയത്. പിന്നെ ചൂടാറിയിട്ടൊന്നുമില്ല, കാരണം നന്നായിട്ട് കവർ ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ചൂട് ചിക്കനും റൈസിനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ റൈസും ചിക്കനൊക്കെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ ഈ റൈസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ഓരോ റൈസും വേറിട്ട് നിൽക്കുന്നുണ്ട്. ഒട്ടി പിടിക്കാതെ തന്നെ നമ്മൾ ഈ ഒരു ബസ്മതി റൈസ് വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല അടിപൊളി മന്തി തയ്യാറാക്കിയെടുക്കാൻ പറ്റും.
പിന്നെ ഈ ഒരു റൈസും ചിക്കനും അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ സ്പൈസിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് മന്തിയൊക്കെ ഒന്ന് തയ്യാറാക്കിയെടുക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം മറ്റ് മന്തിയിലേറൊക്കെ കുറച്ചധികം ടേസ്റ്റ് ഈ ഒരു മന്തിക്കാണ് കേട്ടോ. പിന്നെ ഓരോന്നിനും ഓരോ ടേസ്റ്റാണ്. യമനി മന്തി വേറൊരു ടേസ്റ്റ്, പിന്നെ ചിക്കൻ മന്തി തന്നെ ഇത് വേറൊരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ റെൻകാകൊക്കെ കുറച്ച് സ്പൈസി ആണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മന്തി ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ എന്നും ഉണ്ടാക്കുമ്പോൾ ഈ ഒരു മന്തി ഉണ്ടാക്കാനാണ് എന്നോട് പറയാറുള്ളത്. അപ്പോൾ ഞാൻ ആ ചട്നി കുറച്ച് ചിക്കൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ആ റൈസിൻ്റെ കൂടെ ഒന്ന് കഴിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മന്തി തയ്യാറാക്കിയെടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ സെല്ല റൈസ് ഒന്നും ഇല്ലെങ്കിൽ സാധാ ബസ്മതി റൈസ് വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ചിക്കനൊക്കെ ഒന്ന് തലേ ദിവസം റെഡിയാക്കി വെച്ചാൽ നമ്മൾ ഗസ്റ്റ് ആരെങ്കിലും വരുമ്പോൾ ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യാൻ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ പുതിയ വ്യൂവേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.